നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലപ്പോഴും ഓരോ രാജ്യങ്ങളും അവരുടെ സുരക്ഷയ്ക്കായിട്ട് പല അതീവ രഹസ്യമായിട്ടുള്ള നീക്കങ്ങളും നടത്താറുണ്ട്. അത് ചിലപ്പോൾ ചില വഴികളിലൂടെ അത് പുറത്തറിയുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ചൈന അതീവ രഹസ്യമായി നിർമ്മിക്കുന്ന ഭീമൻ അന്തർവാഹിനിയുടെ ഉപഗ്രഹ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ദക്ഷിണ ചൈനയിലെ ഗോക്സോ ഷിപ്പ്യാർഡിൽ ഒഴുകുന്ന ഒരു ഡോക്കിലാണ് ലോകത്തിലെ ഏറ്റവും വലുതെന്ന് കരുതപ്പെടുന്ന അന്തർവാഹിനി കണ്ടെത്തിയിരിക്കുന്നത്. 148 അടി നീളവും 15 അടി വീതിയുമാണ് അന്തർവാഹിനിക്കുള്ളതെന്നാണ് പ്രശസ്ത നാവിക വിദഗ്ധനായ HI സട്ടൺ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, മുൻപൊരിക്കലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലാത്ത തരം രൂപകൽപ്പനയാണ് അന്തർവാഹിനിക്കുള്ളത്. വലിയ എക്സ് രൂപത്തിലുള്ള റഡാറുകളും കപ്പലിന് ആധുനിക രൂപം നൽകുന്നു. ന്യൂക്ലിയർ മൂലകം ഇതിൽ ഇല്ലെന്നാണ് കരുതപ്പെടുന്നത്. 2019 ഷാങ്ഹായിൽ അവതരിപ്പിച്ച ലോകത്തിലെ ആദ്യ പായ്വഞ്ചിയില്ലാ കപ്പലിന്റെ മാതൃകയാണ് പുതിയതിനും എന്നാണ് വിലയിരുത്തൽ. സൈനിക ഉപകരണങ്ങൾ രഹസ്യമായി നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധരാണ് ചൈന. ഉൽപ്പന്നം പൂർണ്ണമായി നിർമ്മിക്കാതെ അതിന്റെ സവിശേഷതകളും പുറത്തുവിടില്ല. സാധാരണയായി നിർമ്മിക്കാറുള്ള ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളേക്കാൾ ചെറുതായതിനാൽ ഈ കപ്പൽ ആഴം കുറഞ്ഞ് ജലപ്രവർത്തനങ്ങൾക്കായിരിക്കാം ഉപയോഗിക്കുക. ഇതിന് ടോർപിഡോ ട്യൂബുകളും സോണാർ അറയും ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതിനാൽ തന്നെ ഇവയ്ക്ക് മറ്റ് കപ്പലുകളെയും അന്തർവാഹിനികളെയും ആക്രമിക്കാനും സാധിക്കും. പ്രത്യേക സേനാംഗങ്ങൾക്ക് ഉപയോഗിക്കാനോ കടലിലെ യുദ്ധങ്ങൾക്കോ ആയിരിക്കാം പുതിയ അന്തർവാഹിനി ഉപയോഗിക്കുക. മാത്രമല്ല, ചൈനയിൽ നിലവിൽ സാധാരണമായി ക്രൂയില്ലാത്ത കപ്പലുമായിരിക്കും ഇത്. ഭീമൻ ക്രൂവില്ല കപ്പലുകൾ നിർമ്മിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്താണ് ചൈന. നിലവിൽ 5 ക്രൂവില്ല അന്തർവാഹിനികളാണ് ചൈനയ്ക്കുള്ളത്. US നാവികസേനയുടെ ഓർക്ക XLUUVയേക്കാളും 8 മടങ്ങ് വരെ വലിപ്പമായിരിക്കും ചൈനയുടെ പുതിയ അന്തർവാഹിനിക്കുള്ളതെന്നാണ് വിലയിരുത്തൽ. മറ്റ് കപ്പലുകളെയും അന്തർവാഹിനികളെയും ആക്രമിക്കാനായിരിക്കാം ഇത്രയും വലിയ ക്രൂവില്ല അന്തർവാഹിനി ചൈന പണിയുന്നതെന്നാണ് HI സട്ടൺ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് കൂടാതെ ഇതിപ്പോൾ പല രാജ്യങ്ങളിലും ആശങ്ക ഉയർത്തുകയാണ്. ഇന്ത്യക്കും ഇത് ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമാണ്. ഇതുകൂടാതെ പുതിയ അണക്കെട്ടുമായി ബന്ധപ്പെട്ടും ഇന്ത്യക്ക് ഒട്ടേറെ ആശങ്കയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിലേക്കുള്ള ജലപ്രവാഹത്തിൽ ചൈനയുടെ മേലുള്ള നിയന്ത്രണം. കൂടാതെ അണക്കെട്ട് കാരണമുണ്ടാകുന്ന പ്രളയ സാധ്യത, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്കുള്ള ഭീഷണി എന്നിവയും ഉൾപ്പെടുന്നു. അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നത് പുരോഗമിക്കുമ്പോഴും ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാക്കാൻ ഇന്ത്യ നടപടികൾ സ്വീകരിക്കുമ്പോഴും ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നത് തെളിയിക്കുന്നതാണ് പുതിയ കൗണ്ടികളുടെ രൂപീകരണം. കഴിഞ്ഞ വർഷം അരുണാചൽ പ്രദേശിലെ LACയിലെ സ്ഥലങ്ങൾക്ക് ചൈന 30 പുതിയ പേരുകൾ നൽകിയിരുന്നു. എന്നാൽ അവ അർത്ഥശൂന്യമാണെന്ന് പറഞ്ഞ് ഇന്ത്യ തള്ളുകയായിരുന്നു.